नहाने के लिए कुंभ कुंभ जा रहा है हम तीनों खुश रहो अनाज रहो यहाँ लगाने से रोग दुख सब നമ്മളിപ്പോൾ ഉത്തർപ്രദേശിലെ മഹാകുംഭമേളയിലാണ്. 144 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേളയുടെ ത്രിവേണി സംഗമത്തിലാണ് ഇവിടുന്നാണ് ഗംഗ വരുന്നത്, ഇവിടെയാണ് യമുന. അപ്പോൾ മഹാകുംഭമേളയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നത് കോയമ്പത്തൂർ എയർപോർട്ടിൽ നിന്നാണ്. നേരെ ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറി ഞങ്ങളവിടെ ഇറങ്ങി അവിടുന്ന് നേരെ ഷിംലയെല്ലാം പോയതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ഇതാണ് ഞങ്ങളുടെ ഗ്രൂപ്പ്, 4 പേര്, ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്. ഇത് റെയിൽവേ സ്റ്റേഷൻ, ഡൽഹി റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ ഒരു ആക്സിഡൻ്റൊക്കെ ഉണ്ടായിരുന്നു. പ്രയാഗ്രാജിലേക്ക് പോകുന്ന ട്രെയിനുകൾ മാറി അനൗൺസ് ചെയ്ത് കാരണം കുറേ ആളുകൾ മരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് കാരണം ഭയങ്കര സുരക്ഷയാണ്. ഇത് ഞങ്ങൾ പ്രയാഗ്രാജിലേക്ക് ടിക്കറ്റ് ഇല്ലാത്ത കാരണം ലക്നൗ വഴിയാണ് പോകുന്നത്. UPൻ്റെ ക്യാപിറ്റലാണ് ലക്നൗ. ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ലക്നൗ ട്രെയിനിലേക്ക് കയറുന്ന സീനുകളാണിത്. ഇവിടെ ഭയങ്കര സുരക്ഷയാണ്. ആർമിക്കാരെ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. കാരണം ഇങ്ങനൊരു ഓൾറെഡി ഒരു വിഷയം നടന്ന സ്ഥിതിക്ക് ഭയങ്കര സുരക്ഷ ഭയങ്കര ശക്തമാക്കിയിട്ടുണ്ട് അവർ. അത് കാരണം ഞങ്ങൾ നേരെ ലക്നൗ കയറി. ലക്നൗവിലെത്തി. ലക്നൗവിലെ പ്രഭാതമാണിത്. നല്ല കൃഷിസ്ഥലങ്ങളിൽ കൂടെ പോകുന്ന ട്രെയിനാണ്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു. റെയിൽവേ സ്റ്റേഷനോട് ചാരിയിട്ട് ലക്നൗ റെയിൽവേ സ്റ്റേഷനാണിത്. ഇവിടുന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അവിടുന്ന് ഞങ്ങൾ പ്രയാഗ്രാജിലേക്കുള്ള ബസ് പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഇത് ഗോരഖ്പൂർ വണ്ടികളാണ്, നിറച്ചും ഗോരഖ്പൂർ വണ്ടികളുടെ ഇടയിൽ ഞങ്ങളൊരു പ്രയാഗ്രാജ് ബസ് കണ്ടുപിടിച്ചു. പ്രയാഗ്രാജ് എന്നുള്ള ബോർഡൊന്നുമില്ല, താൽക്കാലിക ബസ്സുകളാണല്ലോ. അപ്പോൾ അത് കാരണം എപ്പോഴും ബസ്സുണ്ട്, ബസ് സർവീസ് കണ്ടിന്യൂസ് ബസ്സുണ്ട്. പ്രയാഗ്രാജ് എന്ന് ചോക്ക് കൊണ്ടാണ് എഴുതി വെച്ചത്. ബസ്സിൽ കയറി. ബസ്സിൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഒരുപാട് ആളുകൾ കയറുന്നുണ്ട്. ആളുകൾ പല ഡ്രസ്സിൽ പല തരത്തിലുള്ള ആളുകളാണ് വണ്ടിയിൽ കയറിയത്. ഒരു ലോങ് യാത്ര തന്നെയാണ്. 4 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. ഞങ്ങൾ ബസ്സിലുള്ള ആളുകളായിട്ടൊക്കെ പരിചയപ്പെട്ട് കുറേ ആളുകൾ അവിടുത്തെ സ്വദേശികളായിരുന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അലഹബാദിനെക്കുറിച്ചൊരു ജനറൽ ഐഡിയ ഒക്കെ തന്നു. അവിടുത്തെ ഒരു പ്രത്യേക ഒരു പ്രശ്നം പറഞ്ഞത് ആളുകൾ ക്രൗഡ് കൂടുന്നതുകൊണ്ടുള്ള വൃത്തിയുടെ ഒരു ഇഷ്യൂസ് അവർ നമ്മളോട് സൂചിപ്പിച്ച് ഉണ്ടല്ലേ. ഒരു ഉദാഹരണം അതുണ്ടല്ലേ, ഈ ബസ്സിനെ മറവാക്കി അയാൾ എന്നെ മൂത്രമൊഴിക്കുന്നത് കണ്ടു. അപ്പോൾ വേറെ സ്ഥലമുണ്ട്, പക്ഷെ എന്നാലും അവരങ്ങനെയാണ് ശീലിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അങ്ങനെ ഞങ്ങൾ സിവിൽ ലൈൻസിലാണ് ഇറങ്ങിയത്. ഇതാണ് സിവിൽ ലൈൻസ്. ഇവിടുന്ന് നമ്മൾ വേറെ ബസ് കയറണം. കുറേ ഇവിടുത്തെ UPSRTCയുടെ സർവീസ് തന്നെ ഉണ്ട്. ഇവിടുന്ന് ഞങ്ങൾ ആനന്ദ് ഭവൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ബസ് കയറിയത്. അവിടെയാണ് ഞങ്ങളെ ഞങ്ങളെ കൂട്ടുകാരൻ അതീഷിൻ്റെ ക്ലാസ്മേറ്റ് മിശ്രാജി അവിടെ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതീഷ് ഇവിടെയാണ് പഠിച്ചത്. നവോദയയിൽ കുറച്ച് കാലം ഇവിടെ ഉണ്ടായിരുന്നു. ഇവൻ്റെ ഫ്രണ്ട് കേരളത്തിലുണ്ടായിരുന്നു. അവർക്ക് അങ്ങനെ ഈ ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫറൊക്കെ ഉണ്ടാവും പഠിക്കുന്ന സമയത്ത്, കുറച്ച് കുട്ടികളൊക്കെ. അങ്ങനെ പുള്ളി ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് തന്നെ. പുള്ളിയുടെ വീട്ടിലായിരുന്നു 2 ദിവസം താമസിച്ചതും. അതുപോലെ ഈ ഊടുവഴികളൊക്കെ പുള്ളിക്ക് നല്ലോണം അറിയാവുന്നതുകൊണ്ട് കൃത്യമായിട്ട് ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് എത്തിക്കാനൊക്കെ കഴിഞ്ഞു. അല്ലെങ്കിൽ പെട്ടുപോയനെ, കാരണം കുറേ നടക്കണം. അവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വരുന്നുണ്ടില്ലേ, പല ദിക്കുന്ന ആളുകളിൽ നിന്ന് വന്ന ബസ്സുകളാണ് ഇവിടെ. മഴക്കാലം കഴിയുമ്പോൾ അവിടെ വെള്ളം കുറയുമ്പോൾ ഗംഗൻ്റെ ഒരു കുറേ പോർഷൻസൊക്കെ ഓപ്പണായി മാറും. ആ സ്ഥലത്ത് മണലിൽ ഇതേപോലെ താൽക്കാലികമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാ സെറ്റപ്പും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. റോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ലൈറ്റുകൾ, ഇലക്ട്രിസിറ്റി. 7500 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് ഞങ്ങളെ മിശ്രാജിയും ഫ്രണ്ടും ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ തന്നെ വന്നു. പുള്ളിയുടെ വീട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. മിശ്രാജിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ നിർത്തി. ഇവിടെ കൂടുതലും മധുര പലഹാരങ്ങളാണ് കേട്ടോ ഉള്ളത്. കൂടുതലും പലതരം സ്ട്രീറ്റ് ഫുഡ്. ഞങ്ങൾ അധികമൊന്നും കഴിച്ചില്ല. ചായ ഒരു കടിയും കഴിച്ച് അവിടുന്ന് നേരെ റൂമിലേക്ക് പോയി. ഇതാണ് ഞങ്ങളെ റൂം. പുള്ളി അവിടെ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ക്യാരറ്റിൻ്റെ കളർ നോക്കി, ചുവപ്പ് കളർ. നമ്മുടെ നാട്ടിലുള്ള പോലെ മഞ്ഞ ക്യാരറ്റല്ല, മഞ്ഞ ക്യാരറ്റും ഉണ്ട് അവിടെ. ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് രാവിലെ. അങ്ങനെ ഞങ്ങളവിടെ കിടന്നു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ വീടിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് നല്ല ഹൈറ്റിലാണ്, 5th ഫ്ലോറിലും കണ്ടാണ്. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഒരേ ഊടുവഴിയാണ്. ഈ ഊടുവഴി കൂടെ നേരെ ബൈക്ക് എടുത്തിട്ടാണ് പോകാൻ തീരുമാനിച്ചത് ഈ ത്രിവേണി സംഗമത്തിലേക്ക്. കാരണം ഭയങ്കര തിരക്കാണല്ലോ. ചായ ഉണ്ടാക്കുന്ന അടുപ്പാണ്. ഇതാണ് നമ്മളെ മിശ്രാജി. നമ്മളെല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത മിശ്രാജിയാണ്. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും കച്ചോടിയും കഴിച്ചു. പ്രയാഗ്രാജിലെ
ഗല്ലികളിലൂടെ വികാസ് അങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. हम तीनों जा रहा है नहाने के लिए. कुंभ जा रहा है. हम तीनों. ये मिश्रा जी पीछे में है. मिश्रा जी ये विकास चल रहा है गाड़ी. हर हर महादेव. കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന റോഡ് ബ്ലോക്കിൻ്റെ മാരകമായ വേർഷൻ കണ്ടു. അതുപോലെ ഭയങ്കര പൊടിയാണ്. അതുകൊണ്ട് മാസ്ക് മാത്രം പോരാ, ചെവിയിലും കൂടി ഒരു ഇയർ പ്ലഗ് വെക്കേണ്ട അവസ്ഥയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹോണടിച്ച് മനുഷ്യൻ്റെ ചെവിക്കല്ല് ഇളക്കുന്ന രീതിയിലുള്ള ഹോണടിയായിരിക്കും. ഈ പോയിന്റ് വരെ ബൈക്ക് പോവുള്ളൂ. ഇവിടുന്ന് ഒരു 3 കിലോമീറ്ററോളം നടന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ബൈക്കൊന്ന് പാർക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ ഇവിടെ എല്ലാം വലിച്ചെറിഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഒരു ഏരിയ കിട്ടി, അവിടെ ബൈക്ക് ഒതുക്കി ഞങ്ങൾ നടത്താൻ തുടങ്ങി. ലോകത്തിലെ ഏറ്റവും വലിയ ജനക്കൂട്ടമാണ് ഇവിടെ വരുന്നതെന്നാണ് ഇതിൻ്റെ സംഘാടകർ അവകാശപ്പെടുന്നത്. പലതരത്തിലുള്ള ആളുകളുണ്ട്, ഭക്തർ മാത്രമല്ല ടൂറിസ്റ്റുകളും ഇവിടെ ധാരാളം വരുന്നുണ്ട്. ഒരു 10,000 ഏക്കർ സ്ഥലത്താണ് ഇതിൻ്റെ മൊത്തം ഉത്സവങ്ങൾ നടക്കുന്നത്. അതൊരു ജില്ലയായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇരുമ്പിൻ്റെ പ്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയ റോഡാണ്. ഈ റോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഗംഗ ക്രോസ് ചെയ്തിട്ട് പോകണം. ഒരു പാലം, താൽക്കാലിക പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കയറാതെ റൈറ്റ് സൈഡിലേക്ക് കൂടെ പോകണം. ഈ വഴിയാണ് ത്രിവേണി സംഗമത്തിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ പ്രാക്ടിക്കലി ഗംഗയിൽ ഇറങ്ങി. വെള്ളം കുറഞ്ഞ ഗംഗയാണിത്. ആക്ച്വലി മണലുണ്ട്, പാലം കണ്ടില്ല. നേരെ അപ്പുറത്താണ് ഗംഗ. സംഗമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി പുതപ്പെടുത്ത് പോവാണ്. ഇതിവിടുത്തെ ടോയ്ലറ്റ് കോംപ്ലക്സുകളാണ്. അങ്ങോട്ടൊന്നും കയറാൻ വയ്യ, ഒക്കെ അപ്പിട്ടച്ചിണല്ലോ. ഒരൊറ്റെണ്ണത്തിലും കയറാൻ വയ്യ. ഇതാണ് നമ്മുടെ പ്ലേറ്റുകൾ. ശരിക്കും ഗംഗനെയാണ്. ഗംഗയിൽ വെള്ളം ഒഴുകുന്ന സ്ഥലമാണ്. പക്ഷേ മഴ കുറയുമ്പോൾ മണലാവും. അപ്പോൾ ഈ മണലിൽ വഴി ഉണ്ടാക്കിയുണ്ടോ ഇങ്ങനെ ഇതുപോലെയുള്ള എന്താ പറയുക, ഇരുമ്പിൻ്റെ പ്ലേറ്റുകൾ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട്. बम 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 सेवा दे, सेवा कर बाबा को. खुश रहो नाचते रहो. പോകുന്ന വഴിയിൽ 3 പാലങ്ങളുണ്ട്. 2 റെയിൽ പാലങ്ങൾ, ഒരു റോഡ്. ഈ പാലങ്ങളാണ് ആകെ കൂടിയുള്ള ആശ്വാസം. കാരണം ഇതിൻ്റെ താഴെ മാത്രം നല്ല തണലുണ്ട്. ഈ പോകുന്ന വഴിയിൽ എവിടെ നമുക്ക് ഇരിക്കാനുള്ളൊരു സംവിധാനങ്ങളൊന്നുമില്ല. കാരണം കഴിയില്ല, കാരണം അത്രക്കും ജനങ്ങളാണ് ഇവിടെ. ഇപ്പോൾ നമ്മൾ ഈ വരുന്ന ആളുകൾ കൂടി വിചാരിച്ചാൽ ഇവിടെ ക്ലീനാക്കി വെക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവിടുത്തെ ഗവൺമെൻറ് വിചാരിച്ചുകൊണ്ട് മാത്രം ഇവിടുത്തെ എത്ര ടോയ്ലറ്റുകൾ വെക്കാൻ പറ്റും, ആ ടോയ്ലറ്റുകളെല്ലാം പോകുന്ന ആളുകൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമുള്ളത്? ഒരു കാര്യമില്ല. അപ്പോൾ ഇത് വേറൊരു സ്ഥലത്തെത്തി. ഇതിവിടെ എന്ന് വെച്ചാൽ ഇവിടെ വെജിറ്റേറിയനിസത്തെ പ്രൊമോട്ട് ചെയ്യാനെന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്തൊരു മുദ്രാവാക്യവും കാര്യങ്ങളൊക്കെ വിളിക്കുന്ന ഒരു ഏരിയയാണിത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നടത്തം മുന്നോട്ട് പോവാണ്. നടക്കേണ്ട ആവശ്യമില്ല. നടക്കുന്ന വഴിയിൽ ഒരുപാട് നല്ല നല്ല കാഴ്ചകളാണ് കേട്ടോ. ശരിക്കും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുഭവങ്ങളാണ്. ഒരു സ്ഥലത്ത് നിന്നാൽ മതി, നിന്നെടുത്താൽ മതി, അതങ്ങ് പോയിക്കോളും, അങ്ങോട്ട് എടുത്തു കൊണ്ടേക്കോളും നമ്മളെ. ഗംഗാജലം കൊണ്ടുപോകാനുള്ള ടിന്നുകളായിട്ടാണ് പോക്ക്. അവസാനം സംഘം സ്നാൻ ഘട്ടിലെത്തി. ഈ റൈറ്റ് സൈഡിലുള്ളതാണ് യമുന. ഇതാ അവിടുന്ന് വരുന്നതാണ് ഗംഗ, ആ ഭാഗത്ത് കേട്ടോ. ഇതാണ് ഗംഗ യമുന സംഗമം, ത്രിവേണി സംഗമം. ഞാനും മിശ്രാജും കരക്കിയിരുന്നു. അതീഷും വികാസും വെള്ളത്തിലേക്ക് ഇറങ്ങി. ഒരുപാട് ആളുകൾ വരുന്ന ഏരിയ ആയതുകൊണ്ട് വെള്ളം വേണ്ടത്ര അങ്ങോട്ട് വൃത്തിയില്ല. കുളി കഴിഞ്ഞ് കയറി. എന്തായാലും കുളി കഴിഞ്ഞതിന് ശേഷം ഇവർക്കാർക്കും സ്കിൻ ഡിസീസ് ഒന്നും വന്നിട്ടില്ല. ഓരോ തൂണിനും ഓരോ നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മിസ്സായി പോയാൽ കണ്ടുപിടിക്കാൻ. ഓപ്പോസിറ്റ് സൈഡിലാണ് ബോട്ടിംഗ് ഉണ്ടായിരുന്നത്. അത് കാരണം നമുക്കത് ബോട്ടിംഗ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ തിരക്ക്. അപ്പോൾ അത് കാരണം നമുക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു സമയവും കിട്ടിയില്ല. അത്യാവശ്യത്തിന് വേണ്ട മെഡിക്കൽ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടെൻറ്റുകൾ ഇങ്ങനെ ഒരു ഭാഗത്ത് നിരനിരയായിട്ട് ടെൻറ്റുകൾ ഉണ്ട്.
അതിൻ്റെ ഇടയിൽ കൂടെ വേണം നടന്നു പോകാനായിട്ട്. ഇപ്പം നടക്കുമ്പോൾ ഒരു സൈഡ് പിടിച്ച് നടന്നാൽ ഈ വല്ല സ്റ്റാമ്പീഡ് അല്ലെങ്കിൽ ഈ തിരക്കൊക്കെ വരുമ്പോൾ ഒഴിഞ്ഞു മാറാൻ പറ്റും. ഇതാണ് ബോട്ടിൽ കച്ചവടം. ഇവിടെ ഈ ഗംഗയിൽ നിന്ന് വെള്ളം കൊണ്ടുപോകാനായിട്ട് ആളുകൾ ധാരാളം വരും. അപ്പോൾ അത് ബോട്ടിൽ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളാണ് അവിടെ ഉള്ളത്. നടന്ന് ക്ഷീണിച്ചപ്പോൾ ഈ പാലത്തിൻ്റെ അടിയിൽ ഒന്ന് റെസ്റ്റ് ചെയ്തു. അവിടെ കുറേ ആളുകൾ അലക്കുന്നുണ്ട്, വെക്കുന്നുണ്ട്, താമസിക്കുന്നുണ്ട്. പലതരത്തിലുള്ള കച്ചവടം പൊടി പൊടിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റുകളും ഉണ്ട്. प्रयागराज की धरती को सबका होता बुखारे है, मन को शांति मिलती है, यहाँ लगाने से रोग दुख सब नष्ट हो जाता। प्रयागराज ഞങ്ങൾ മടങ്ങാണ്, തിരിച്ച് വീട് പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ ഗംഗ ക്രോസ് ചെയ്യുന്ന പാലം ശ്രദ്ധിച്ചൊക്കെ. ആ ഗംഗ ക്രോസ് ചെയ്യുന്ന താൽക്കാലിക പാലം ഉണ്ടാക്കിയ സാധനമാണ് കേട്ടത്. ബാർബർ ഷോപ്പൊക്കെ റോട്ടിൽ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ സേഫായിട്ട് തിരിച്ച് മിശ്രാജിയുടെ വീട്ടിലെത്തി. ഇവിടുത്തെ വൈകുന്നേരങ്ങളായാലും എല്ലാ വീട്ടിലത്തെ ആൾക്കാരും വീടിൻ്റെ ടെറസിൽ വന്ന് പട്ടം പരത്തി കളിക്കും. ഒരുപാട് എല്ലാ വീട്ടിൽ നിന്നും കുറേ പട്ടങ്ങൾ ഇങ്ങനെ ആകാശത്ത് കാണാം. എന്നിട്ട് അവർ കോമ്പറ്റീഷൻ പോലെ ഒരാളെ പട്ടം പൊട്ടിക്കുക. അങ്ങനെ നല്ല രസമാണ്. സൺസെറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബായിരുന്നു ഈവനിങ്ങിൽ. ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ, കുറേ പട്ടങ്ങളുണ്ടാവും. ഇനി പ്രയാഗ്രാജിലെ സ്ട്രീറ്റിലെ കാഴ്ചകളാണ് കേട്ടോ. നോക്കി, നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത കാഴ്ചകളാണ്. ഒരു വലിയ ചട്ടിയിൽ പാല് തിളപ്പിക്കാണ് കേട്ടോ. എന്ത് നല്ല ഭംഗിയാ. മലായി റബഡി, ഇത് റബഡി, ഇത് മലായി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. ബദാം മിൽക്കാണത്, കാണിച്ചതോട്ടെ. നല്ല രസമുണ്ട് ആ വലിയ ചട്ടിയിൽ ഉണ്ടാക്കുന്നത് അല്ലേ. ഈ രസഗുളൻ്റെ ഒരു വലിപ്പം. ये चाट है, ये चाट है। वो आलू से, आलू का है। वो मीठा है? मीठा नहीं है। नहीं नहीं नहीं, नमकीन है। हाँ, नमकीन. നമ്മുടെ മിശ്രയുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ മാർക്കറ്റ്. ഈ മാർക്കറ്റിൽ നൈറ്റിൽ ഒരുപാട് ഫുഡുകളുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത ഫുഡ് ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. ഇനി എന്തെങ്കിലും പണി കിട്ടിയാലും മിശ്രാജിയുടെ വീട് തൊട്ടടുത്തുണ്ടല്ലോ. ക്യാരറ്റ് ഹൽവയാണ്, ക്യാരറ്റ് ഹൽവ. മോത്തിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ. ജവഹർലാൽ നെഹ്റു ജനിച്ച വീടാണിത്. വീട് അവിടെയാണ് മിശ്ര. ഇത് മ്യൂസിയമാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ. രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. മഹർഷി ഭരദ്വാജ് ആശ്രമമാണിത്. ഇത് ഗംഗൻ്റെ തീരത്തായിരുന്നു ആദ്യം. പിന്നെ ഗംഗ ഇച്ചിരി വഴി മാറി ഒഴുകിയപ്പോൾ അങ്ങോട്ട് പോയി. റോഡ് സൈഡിൽ കണ്ട ബാർബർ ഷോപ്പിൻ്റെ അതേ സ്ട്രീറ്റിൽ തന്നെയാണ് ഈ ഐഫൈ ബാർബർ ഷോപ്പ്. എല്ലാം ഒരേ സ്ട്രീറ്റിൽ തന്നെ. നൈറ്റ് ലൈഫ് രസമാണ്. കുറേ പാർക്കുകളുണ്ട്, അതുപോലെ കുറേ ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നാച്ചുറലായിട്ടൊക്കെയുള്ള വെറൈറ്റി ഫുഡുകൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് പ്രയാഗ്രാജ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് മടങ്ങുകയാണ്. വാരാണസി വഴിയാണ് മടങ്ങിയത്. ആ എപ്പിസോഡ് ഉടൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ചെയ്തോളൂ കേട്ടോ.